നമസ്കാരം കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ശ്രീ ചിത്ര ആർട്ട് ഗാലറിയിലാണ്. മ്യൂസിയം വളപ്പിലാണ് ശ്രീ ചിത്ര ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത്. 50 രൂപയാണ് ശ്രീ ചിത്ര ആർട്ട് ഗാലറി പ്രവേശിക്കുന്നതിനുള്ള ടിക്കറ്റ് റേറ്റ്. ഇവിടെ പ്രധാനമായും രാജ രവിവർമ്മയുടെ ഒറിജിനൽ പെയിന്റിങ്സ് ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. ലക്ഷങ്ങളാണ് ഈ ചിത്രങ്ങൾക്ക് വിലമതിക്കുന്നത്. സത്യം പറഞ്ഞാൽ ചായക്കൂട്ടിൽ തീർത്ത അത്ഭുതങ്ങളാണ് ഈ ചിത്രങ്ങൾ. ഗാലറിക്കുള്ളിൽ ഫോട്ടോ എടുക്കാൻ മാത്രമേ അനുവാദമുള്ളൂ. വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ്. ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ ഫ്ലാഷ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാനത് ഫോട്ടോസ് ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ രാജ രവിവർമ്മയുടെ ചിത്രങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സഹോദരനായ ശ്രീ രാജരാജവർമ്മ, സഹോദരി മംഗളാദേവി ബായി തമ്പുരാട്ടി, അദ്ദേഹത്തിന്റെ സമകാലീനരായിട്ടുള്ള മറ്റ് ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാജ രവിവർമ്മയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ 135ഓളം ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒത്തിരി ചിത്രകാരന്മാർ ഈ പ്രദർശനം കാണാൻ ഇവിടെ എത്തുന്നുമുണ്ട്. 2 നിലകളിലായാണ് ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത്. 2023 സെപ്റ്റംബർ 25-നാണ് ആർട്ട് ഗാലറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. 7,90,00,000 രൂപ ചെലവഴിച്ചാണ് ഈ ആർട്ട് ഗാലറി ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ, നമ്മൾ ഏത് ഭാഗത്തേക്ക് നടന്നു പോയാലും ആ ചിത്രത്തിന്റെ കണ്ണുകൾ നമ്മെ തന്നെ നോക്കുന്നതായിട്ട് നമുക്ക് തോന്നും. മാത്രമല്ല, ആ ചിത്രത്തിന്റെ കാലുകൾ നമ്മളിലേക്ക് അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ രാജ രവിവർമ്മയുടെ പെയിന്റിങ്സ് മാത്രമല്ല, പഴയകാല റോറിച്ച് പെയിന്റിങ്സ്, പേർഷ്യൻ പെയിന്റിങ്സ്, ജപ്പാൻ പെയിന്റിങ്സ്, ടിബറ്റൻ പെയിന്റിങ്സ്, അതുപോലെ രാജസ്ഥാൻ പെയിന്റിങ്സ്, മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തുണ്ടായിരുന്ന പെയിന്റിങ്സ്, ഇതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.